Hi all, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹീലിംഗ് ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ആയിരുന്നു. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ അതേ പോർഷനിൽ തന്നെയാണ് ഹീലിംഗ് ബ്രഷ് ടൂളും കിടക്കുന്നത്. ഇവിടെ നോക്കുക, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ കൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്, ഹീലിംഗ് ബ്രഷ് ടൂൾ ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണ്, ജെ ആണ് ഇതിന്റെ ഷോർട്ട് കട്ട്. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ ഷോർട്ട് കട്ട് എന്തായിരുന്നു, ജെ ആയിരുന്നു. സോ ഇതിന്റെ ഷോർട്ട് കട്ട് ജെ ആണ്. അപ്പോൾ ഈ ഹീലിംഗ് ബ്രഷ് ടൂളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കളർ സാമ്പിൾ അല്ലെങ്കിൽ പിക്സൽ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, മാനുവൽ ആയിട്ട് തന്നെ നമ്മൾ പിക്ക് ചെയ്ത് വേറൊരിടത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളത് ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഡെഫിനേഷനിലേക്ക് പോകാതെ. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എങ്ങനെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ക്ലോൺ സ്റ്റാമ്പ് ടൂൾ നമ്മൾ യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ പിക്ക് ചെയ്ത് അതെന്ത് ചെയ്യും, നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ മുകളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഹീലിംഗ് ബ്രഷ് ടൂളും യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം ക്ലിയർ ആയിട്ടുള്ള ഏരിയ എടുക്കുക, ഡാമേജ് ആയിട്ടുള്ള ഏരിയയുടെ മുകളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. കാരണം നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ദെൻ ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ബ്രഷിന്റെ മുകളിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ഹാർഡ്നെസ് കിടക്കുന്ന 100 ആണ്, ഞാനത് കുറച്ചിടുവാണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് പിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള ഏരിയ മുകളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, ഹീലിംഗ് ബ്രഷ് ടൂൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ സാമ്പിളിലും പാറ്റേൺ ആയിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ പാറ്റേൺ ആയിട്ട് ഫില്ല് ചെയ്യാം. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ പറഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ തന്നെയാണ്. സോ അത് തന്നെ. ദെൻ അതുപോലെ തന്നെ ഇവിടെ നോക്കിയ സാമ്പിൾ ലെയറും ഉണ്ട്, കറന്റ് ആൻഡ് ബിലോ ഉണ്ട്, ഓൾ ലെയേഴ്സും ഉണ്ട്. ഇതും നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ കവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ പ്രോപ്പർട്ടിയാണ്. ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കളർ പിക്സൽ പിക്ക് ചെയ്യുന്ന കളർ പിക്സലുകൾ എത്രത്തോളം നമുക്ക് ആ ബ്രഷിന് ചുറ്റും ഫില്ല് ചെയ്ത് വന്നം എന്നുള്ളതാണ് ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി 1 ആണ് കിടക്കണമെങ്കിൽ വളരെ കുറച്ച് പോയിന്റ് പിക്സലുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ പിക്സലുകൾ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്ത് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹീലിംഗ് ബ്രഷ് ടൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്തും ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരുന്നുണ്ട്. കാരണം ഞാൻ വേറൊരു സെപ്പറേറ്റ് ഇമേജ് ആണ് തരുന്നത്. സോ നിങ്ങൾ ഈ തന്നെ ഇമേജുകൾ ആ ഒരു പർട്ടിക്കുലർ ടൂൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഇമേജ് കിട്ടിയാലും ഈ ടൂളുകളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് റീടച്ച് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഇമേജ് ഉണ്ട്. സോ ഈ ഒരു ഇമേജാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഇമേജിൽ ഹീലിംഗ് ബ്രഷ് ടൂൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് യൂസ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾട്ട് പ്രസ് ചെയ്ത് ടാർഗറ്റ് പിക്ക് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് കൊണ്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ക്ലോൺ സ്റ്റാമ്പ് ടൂളുമായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടോ, ആ ടാർഗറ്റ് മൂവ് ആവില്ല. അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന ടാർഗറ്റ് അവിടെ തന്നെ കാണും. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ നമ്മൾ ബ്രഷ് മൂവ് ചെയ്തതിന് ഒപ്പം തന്നെ എന്താണ്, ടാർഗറ്റ് മൂവ് ആവുന്നുണ്ടായിരുന്നു. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ച് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടൂളായിട്ട് കാണാം. താങ്ക്